ഹലോ, നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കറിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ ചൂടായതിന് ശേഷം 2 സവാള എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റി വന്നപ്പോഴേക്കിനും നമ്മളതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും സവാളയും കൂടെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട ചേരുവകൾ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് പേസ്റ്റാക്കിയതാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഇതായി സവാളയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതും കൂടെ വഴറ്റിയിട്ടതിന് ശേഷം അതിലേക്ക് വേണ്ട മസാലകൾ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട മസാലകൾ മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടിയാണ്. അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കുറച്ച് കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളകും പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ എണ്ണയിലും സവാള വഴറ്റിയിലൊക്കെ പാടെ ഇട്ടിട്ട് ഒന്നും കൂടെ മസാലയൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ മസാല ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ കറിക്ക്. മസാലയ്ക്ക് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടുകയാണല്ലോ. അപ്പോൾ അതിനാവശ്യമായ 2 തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീൻ കറി തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന കറിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 2 തക്കാളി മുറിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടു കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടെ ഒന്നും കൂടി നമുക്ക് ഈ മസാലയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് 6 പേർക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എത്ര കണ്ട് കറി ഉണ്ടാക്കണോ അത്ര കണ്ട് മസാലകളും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യം ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് പിന്നെയും ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്ന് മസാലയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിൻ്റെ പരിപ്പ് മാത്രം എടുത്ത് വെച്ചതാണിത് കേട്ടോ. ഇതൊരു 1/2 കിലോ ചെമ്മീൻ്റെ പരിപ്പുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ്റെ പരിപ്പൊക്കെ ഞാനിതാ ഈ ഗ്രേവിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രേവി കടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കുക്കായി വരണം. അപ്പോൾ ഈ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഇതൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഇളക്കി റെഡിയാക്കി വെക്കുകയാണ് ഇവിടെ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതിട്ടോ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ. പെട്ടെന്ന് തീ കൂട്ടി കൊടുക്കരുത്. ഇതുണ്ടോ, നല്ല കുറുകലോട് കൂടിയുള്ള ഗ്രേവിയാണ് നമുക്കിവിടെ റെഡി ആയിട്ടുള്ളത്. ഇത് ഇങ്ങനെയും ഉപയോഗിക്കാം. തേങ്ങ അരച്ചിട്ട് അങ്ങനെയും ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയും കറിയാക്കി എടുക്കട്ടോ. ഞാൻ ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് തെളിഞ്ഞ് വരണം, ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതാ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനൊരു 6-7 ചെറിയ ഉള്ളിയും 1 മുറി തേങ്ങയും കൂടെ ചിരകി വെച്ചതാണ് ഞാനിതാ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണില്ല, 1/4 ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകം എന്നൊക്കെ പറയും, അതാണ് ഞാൻ ആ തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ്റെ പരിപ്പൊക്കെ കണ്ട നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ ഗ്രേവി കുറച്ച് വെള്ളത്തോട് കൂടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അരച്ച അരപ്പായിക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച അരപ്പ് ഇതാ ഹൈക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് റെഡിയായി വരണം. അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ചിട്ട് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 കുഞ്ഞ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൊക്ക ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വറവായിട്ടുണ്ട്. ഈ വറവായതും കൂടെ നമുക്ക് ഈ കറിക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും
എല്ലാറ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറി, തേങ്ങ അരച്ച കറി. മസാലക്കറി ആയാലും നല്ല ടേസ്റ്റാണ്, തേങ്ങ അരച്ച കറിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.